മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ഭാരതീയ ജനതാ പാർട്ടി തിരുവനന്തപുരത്ത് പണി തുടങ്ങിയിരിക്കുന്നു. ഞങ്ങളാണ് അവസാന വാക്ക് എന്ന് അഹങ്കരിച്ച് മുന്നോട്ടു പോയിരുന്ന ഇടതുപക്ഷത്തിന്റെ VK പ്രശാന്തിന്റെ പിടലിക്ക് തന്നെയാ ആർ ശ്രീലേഖ ആദ്യം പിടിച്ചിരിക്കുന്നത്. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, ഈ VK പ്രശാന്ത് ഒക്കെ സർക്കാർ അവരുടേത്, കോർപ്പറേഷൻ അവരുടേത്, MLA അവരുടേത്, സകല സംവിധാനവും അടക്കി ഭരിച്ച് മുന്നോട്ട് പോയിരുന്ന VK പ്രശാന്തിന്റെ പിടലിക്ക് തന്നെ പിടിച്ച് ആർ ശ്രീലേഖ വ്യക്തമായിട്ട് പറഞ്ഞു, കോർപ്പറേഷന്റെ ബിൽഡിംഗ് ഒഴിഞ്ഞു തരണം, വിട്ടു തരണം. ഇത് കേട്ടിട്ട് ആ അഹങ്കാരത്തിലുള്ള അധികാരത്തിന്റെ സകല കാര്യങ്ങളും കയ്യിൽ നിന്ന് വിട്ടുപോകുന്നതിന്റെ ആ ഒരു ഇടർച്ചയും പതർച്ചയും വിളർച്ചയും നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ചെറിയൊരു ഭാഗ മാധ്യമങ്ങളെ വിളിച്ചിട്ട് തോന്നിയതുപോലെ പിടുത്തം വിട്ട് പറയാ, ഓ ഞങ്ങൾ എങ്ങനെ മാറണം. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ പറയുന്ന VK പ്രശാന്ത് പറയുന്നതിൽ തന്നെ എത്രത്തോളം നെറുകേടുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് VK പ്രശാന്തിന്റെ വായിൽ നിന്ന് തന്നെ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഞാൻ ചോദിക്കട്ടെ, MLA കാട്ടി മുകളിലാണോ ഒരു വാർഡ് കൗൺസിലർ? ഇങ്ങനെയുള്ള സില്ലി ചോദ്യങ്ങൾക്ക് അവസരം കൊടുക്കരുതെന്നുള്ളതാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. കാരണം ഒരു നിയോജക മണ്ഡലം, ഈ തിരുവനന്തപുരം നഗരസഭയിലെ 26 കോർപ്പറേഷൻ വാർഡുകളെ പ്രതിദാനം ചെയ്യുന്ന നിയമസഭാ പ്രതിനിധിയാണ് MLA. ഒരു ചെറിയ വാർഡിന്റെ പ്രതിനിധിയായിരിക്കുന്ന ഇന്നലെ വന്ന മുൻ മേയറായിരിക്കുന്ന അല്ലെങ്കിൽ നിലവിൽ MLA ആയിരിക്കുന്ന ഒരാളെ ഈ നിലയിൽ അവഹേളിക്കുന്ന പ്രസ്താവനകൾ നടത്തുന്നത് ശരിയാണോ? അതുപോലെ അവർ പറയുന്നത് അവരുടെ അലമാരി എല്ലാം വെച്ചിരിക്കുന്നത് ടോയ്ലറ്റിന്റെ അകത്താണ്. ഇപ്പോഴും ഞങ്ങളും പോയി കണ്ടു, ടോയ്ലറ്റിന്റെ അകത്ത്. അപ്പൊ അത്രയും പോലും സ്ഥലപരിധി ഇല്ലെന്നാണ് മുൻ കൗൺസിലർ ഉൾപ്പെടെ പറയുന്നത്. അല്ല, അവര് അലമാര കൊണ്ട് ഒന്ന് ടോയ്ലറ്റ് വെച്ച് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് അതിലെന്തെങ്കിലും പരിഹാരം, അലമാര വേണമെങ്കിൽ എന്റെ ആളിനെ വെച്ചിട്ട് ഞാൻ മാറ്റി വെച്ച് കൊടുക്കാം. നിങ്ങൾ കേട്ടില്ലേ, ഒരു ചെറിയ വാർഡ് കൗൺസിലർ ചെറിയ ആള്, അവരാണ് MLA-ക്കാൾ വലുത് എന്നാ ചോദിക്കുന്നത്. ഇതൊരു സാധാരണ കൗൺസിലർ അല്ല എന്നും MLA ഇരിക്കുന്ന സീറ്റ് എടുത്തിട്ട് പുറത്തേക്ക് വലിച്ചെറിയുന്നുണ്ടെങ്കിൽ പ്രശാന്തിന് ഇതുവരെ മനസ്സിലായില്ലേ? ഇതൊരു സാധാരണ കൗൺസിലർ അല്ല, അവകാശപ്പെട്ടത് നേടിയെടുത്ത് തന്നെ ശക്തമായി ജനങ്ങൾക്ക് വേണ്ടി വാദിച്ച് മുന്നോട്ട് പോവാൻ സകല കെൽപ്പമുള്ളൊരു കൗൺസിലറാണ് എന്ന് ഇതുവരെ മനസ്സിലായില്ലേ? പ്രാളത്തില് എന്തൊക്കെയായി വിളിച്ചു പറയുന്നത്. മറ്റൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ, അവിടെ ബാത്റൂമിൽ പോലുമാണ് കൗൺസിലറുമായി ബന്ധപ്പെട്ട അലമാര എന്ന് പറയുമ്പോ പുച്ഛിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് പറയാ, അത് വേണമെങ്കിൽ ഞാൻ മാറ്റിക്കൊടുക്കാമെന്ന്. അതായത് കൗൺസിലർക്ക് അവരുടെ ഓഫീസ് പ്രവർത്തിക്കാൻ കോർപ്പറേഷൻ ബിൽഡിംഗിൽ സ്ഥലമില്ല, ആ സ്ഥലം MLA കൈയടക്കി. പിന്നെ MLA പറയുന്നുണ്ട്, ഓ കഴിഞ്ഞ ടൈമിൽ BJP ആയിരുന്നല്ലോ, പ്രശ്നമില്ലായിരുന്നല്ലോ, അതിനു മുമ്പ് CPM ആയിരുന്നല്ലോ, പ്രശ്നമില്ലായിരുന്നല്ലോ എന്ന്. അന്നൊക്കെ നിങ്ങളായിരുന്നു കോർപ്പറേഷൻ ഭരിച്ചിരുന്നത്. നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളുടെ MLA അങ്ങ് മാറ്റാൻ സാധിക്കില്ല. സകല അധികാരവും ഭാരതീയ ജനതാ പാർട്ടിക്ക് തിരുവനന്തപുരത്ത് ലഭിച്ചോ. കൃത്യമായിട്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട കോർപ്പറേഷൻ ബിൽഡിങ്ങില് അത് കൗൺസിലർ ഇരിക്കേണ്ടടുത്ത് കൗൺസിലർ, MLA ഇരിക്കേണ്ട സ്ഥലം MLA നോക്കിക്കോളോ. ഈ പറയുന്ന ബിൽഡിങ്ങിലല്ല ഇരിക്കേണ്ടത്. ഇത് ഇത്രയുമായിട്ട് മനസ്സിലായില്ലേ? ഒരു പഞ്ചായത്തില് ഒരു ലളിതമായിട്ടൊരു ഉദാഹരണം പറയാ, ഒരു പഞ്ചായത്ത് ബിൽഡിങ്ങിൽ എത്തിയിട്ട് പഞ്ചായത്ത് മെമ്പറോട് പറയാ, നീ വേറെ എവിടെയെങ്കിലും പോവോ, ഇത് ഞാൻ ഇരിക്കാം എന്നൊരു MLA പറഞ്ഞ പൊച്ചിച്ച് തള്ളില്ലേ? അത് തന്നെയാ ഇപ്പോ കോർപ്പറേഷൻ ബിൽഡിങ്ങില് കൗൺസിലറോട് ബാത്റൂമിലാണെങ്കിലും നിങ്ങൾ അലമാര വെച്ചോ, നിങ്ങൾ പ്രവർത്തിക്കണമെന്നൊന്നുമില്ല. ഇതിനു മുമ്പേ ഉള്ളവര് ബാത്റൂമിൽ വെച്ചാണ് മുന്നോട്ട് പോയത്, അതുപോലെ അങ്ങ് പോയാൽ മതി എന്നൊക്കെ പറയുന്ന തിട്ടൂരം നിർത്താനൊക്കെ ആയി പ്രശാന്തേ, നിർത്താനായി. അവിടെ കൃത്യമായിട്ട് ഭരണം മാറി, ഭരിക്കാൻ അറിയുന്നവരെത്തി. ഇനി ഈ വിഷയത്തെ ആർ ശ്രീലേഖ കൈകാര്യം ചെയ്ത മറ്റൊരു വീഡിയോ കൂടി ഞാനിവിടെ വെക്കാം. തോളത്ത് കൈവച്ചുകൊണ്ട് പ്രശാന്തിനോട് പറയുന്നുണ്ട്, മോനെ പ്രശാന്തേ, നീ ഇവിടെയൊക്കെ തന്നെ നിൽക്ക്, തൽക്കാലം ഒരു 3-4 മാസം എടുത്തോ, അത് കഴിഞ്ഞാലും നീ നിന്റെ പണി നോക്കി പോകണമെന്ന് കൃത്യമായിട്ടാണ് ശ്രീലേഖ തോളിൽ കൈവച്ചാ പറയുന്നത്. നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കൂ. ഞങ്ങൾ തമ്മിൽ യാതൊരു കുഴപ്പവുമില്ല. ഞങ്ങൾ തമ്മിൽ നിങ്ങൾ ചെറിയ ഒരു പ്രശ്നം വിവാദമാക്കരുത്. ഞങ്ങൾ എന്റെ അനിയൻ തന്നെയാണ്, സംസാരിക്കുന്ന ആളാണ്. അപ്പൊ അതിലൊരു തർക്കവും നമ്മളില്ല. ഒരു തർക്കവും പ്രശാന്തിനെ ഈ 3 മാസം കണ്ടിന്യൂ ചെയ്യുന്നതിൽ എനിക്ക് വിരോധമില്ല. ഞാൻ അഭ്യർത്ഥിച്ചു എന്നേ ഉള്ളൂ.
ഞാൻ അഭ്യർത്ഥിച്ചെന്നേ ഉള്ളൂ. പ്രശാന്ത് ഇനി 3 മാസമോ 4 മാസമോ ഇരിക്കുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടില്ല. ഞാൻ പക്ഷേ ഇവിടെ എന്റെ ആളുകളും ഞാനും പക്ഷേ ഇവിടെ ആ ഓഫീസിൽ ഇരിക്കും. അല്ലാതെ എനിക്ക് നിവൃത്തിയില്ല. അതിന്റെ ബുദ്ധിമുട്ട് പ്രശാന്ത് സഹിക്കണം. നിങ്ങൾ കേട്ടില്ലേ? പ്രശാന്തിന് 3-4 മാസം എടുത്തോ, അത് കഴിഞ്ഞാൽ പോവേണ്ടത് തന്നെയാണ് എന്ന് നയം അങ്ങ് ആർ ശ്രീലേഖ ഈ പറയുന്ന VK പ്രശാന്തിന്റെ തോളിൽ വെച്ചിട്ട് കൈ വെച്ചുകൊണ്ട് അങ്ങ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓനെ പ്രശാന്തേ, 3-4 മാസം നീ ഇവിടെ ഇരുന്നാ മതി, അത് കഴിഞ്ഞ് നിന്റെ പണി നോക്കി നീ പൊക്കോടെന്നുള്ളത്. ഇത്രയൊക്കെ ഉള്ളൂ. ഭരിക്കാൻ അറിയുന്നവരെത്തിക്കഴിഞ്ഞാൽ വെടി തീരുന്ന ഒരു സംവിധാനം തന്നെയാ ഈ പറയുന്ന ഇടതുപക്ഷം, ഈ പറയുന്ന VK പ്രശാന്ത് ഉൾപ്പെടെയുള്ള ആളുകൾ. ഇത്രയൊക്കെ ഉള്ളൂ. ഈ VK പ്രശാന്ത് എത്രത്തോളം വിറളി പിടിച്ചു എന്നതിന്റെ മറ്റൊരു ഉദാഹരണം ഞാൻ മുന്നോട്ട് വെക്കാം. ഇത് മാതൃഭൂമിക്ക് കൊടുത്തൊരു അഭിമുഖത്തിൽ വിളിച്ചു പറയുന്നുണ്ട്. അതായത് കെട്ടിടം പണിതതും ഉദ്ഘാടനം ചെയ്തതും ഒക്കെ ഞാനാണ് എന്ന്. ഇവരുടെ വീട്ടിൽ നിന്ന് എടുത്തിട്ടുള്ള പണം കൊണ്ടാണല്ലോ ഈ കെട്ടിടമൊക്കെ നവീകരണം നടത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ നവീകരണമൊക്കെ നടത്തിയത് ഇവരെ വീട്ടിൽ നിന്ന് എടുത്തല്ല. ഇതൊക്കെ കോർപ്പറേഷന്റെ പണം എടുത്തിട്ടുണ്ടാക്കിയിട്ടുള്ള നവീകരിച്ചിട്ടുള്ളതല്ലേ. ഇവിടെ ഒരാൾ MLA ആയി എന്ന് കരുതി ആ പറയുന്ന ആളുടെ കാലാകാലവും MLA ഉണ്ടാക്കിയ സ്ഥലത്ത് തനിക്ക് അങ്ങിരിക്കാം എന്നാണ് ഇവിടെ നിയമം. എന്തൊക്കെയാണ് വിറളി പിടിച്ച് VK പ്രശാന്ത് ഒക്കെ പറയുന്നത്. ഇത് മറ്റൊന്നുമല്ല, തിരുവനന്തപുരം അടക്കി ഭരിച്ചിരുന്ന ഈ പറയുന്ന VK പ്രശാന്ത് ഒക്കെ ഒന്ന് ആടി ഉലയുന്നതാ. അതിൻ്റെതായ എല്ലാ പതർച്ചയും എല്ലാ രീതിയിലുള്ള വിളർച്ചയൊക്കെ തന്നെ ഈ പ്രശാന്തിന്റെ ഒക്കെ മുഖത്ത് വന്നു കഴിഞ്ഞു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സംഭവിച്ചത്. തിരുവനന്തപുരം അടക്കി ഭരിക്കുന്നവരുടെ കയ്യിൽ നിന്ന് ഭാരതീയ ജനതാ പാർട്ടി ആ അധികാരത്തിലേക്ക് എത്തി തങ്ങളുടേതായ സകലതും നഷ്ടപ്പെടുന്നത് നോക്കി നിൽക്കുക, നോക്കി നിൽക്കുക. പണ്ട് ഇതിനൊന്നും ഈ പറയുന്ന VK പ്രശാന്തിനെതിരെ ഒന്നും ഒരാള് പോലും സംസാരിക്കില്ലായിരുന്നു. എന്നിട്ട് പറയാ ചെറിയൊരു കൗൺസിലർ ആണോ വലുത് എന്ന്. അത് സാധാരണ കൗൺസിലർ അല്ല. അധികാരം ഉപയോഗിക്കാൻ, ജനങ്ങൾക്ക് വേണ്ടി അധികാരം ഉപയോഗിക്കാൻ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള അതിന് കഴിവുള്ള ആളെയാണ് ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ വിജയിപ്പിച്ചിട്ടുള്ളത്. ഏതായാലും VK പ്രശാന്തിന് ഒരു 3-4-5 മാസം കഴിഞ്ഞാൽ ആ കെട്ടിടത്തിൽ നിന്ന് അങ്ങ് മാറിക്കൊടുക്കണമെന്ന് ആർ ശ്രീലേഖ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ തിരുവനന്തപുരത്തെ ചെറിയ ഡോസുകൾ മാത്ര, ചെറിയ ഡോസാ. ഇതിന്റെ വലുത് വരാനിരിക്കുന്നുണ്ട്. ഈ ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കട്ടുമുട്ടിക്കൽ ആരൊക്കെ നടത്തിയിട്ടുണ്ടോ ഒരാളെയും വെറുതെ വിടില്ല എന്നുള്ളത് വ്യക്തമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. അവിടെ അധികാരം തുടങ്ങിയിട്ട് ദിവസങ്ങളായിട്ടേ ഉള്ളൂ. ആദ്യ ഡോസ് മാത്രമാണ് VK പ്രശാന്തിന് ഇപ്പോ കിട്ടിയത്. തിരുവനന്തപുരം കോർപ്പറേഷനുമായിട്ട് ആരൊക്കെ എന്തൊക്കെ തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടോ അതൊക്കെ തന്നെ BJP വരും ദിവസങ്ങളിൽ വലിച്ചു പുറത്തിടുമെന്നുള്ളതിൽ ഇനി ഒരാൾക്കും ഒരു തർക്കത്തിന്റെയും ആവശ്യമില്ല. കാരണം VK പ്രശാന്തിന്റെ പിടലിക്ക് തന്നെയാണ് ആദ്യം ആർ ശ്രീലേഖ പിടിച്ചിട്ടുള്ളത് എന്നുള്ളതും സകലരും തിരിച്ചറിയുക.